ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ഗവിയിലേക്കാണ്. ഗവിയിലേക്ക് നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എന്തായാലും കോട്ടയത്ത് നിന്ന് രാവിലെ 6:15 യാത്ര പുറപ്പെട്ട ഞങ്ങൾ മണിമലയിൽ എത്തിയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ഇഡലിയുണ്ട്, പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, മസാല ദോശയുണ്ട്. എന്തായാലും മസാല ദോശയും ഇഡലിയും ഓർഡർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഈ യാത്ര തുടരാനുള്ള പരിപാടിയിലാണ്. ഗവി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ഒരു യാത്രയാണ് കേട്ടോ. ബൈക്ക് യാത്രയും പ്രൈവറ്റ് ബസ് യാത്രയും ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഗവി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ www.gavikakionline.com എന്ന ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്ന് യാത്ര പോകാൻ തീരുമാനിക്കുന്നു അതിന് 2 ദിവസം മുമ്പ് മാത്രമേ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബുക്ക് ചെയ്യണമെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ വെഹിക്കിൾ നമ്പർ, നമ്മൾ ഏത് വണ്ടി ഉപയോഗിക്കുന്നു ആ വണ്ടിയുടെ നമ്പറും നമ്മുടെ പേരും ഒക്കെ വെച്ച് വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്, ഇങ്ങോട്ടുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത്. ഒരു സൈഡിലേക്ക് മാത്രമുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്ങമുഴി ചെക്ക് പോസ്റ്റ് മുതൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെയുള്ള ദൂരമാണ് ഗവി യാത്ര എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വണ്ടിപ്പെരിയാർ വഴി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആങ്ങമുഴി ചെക്ക് പോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ആങ്ങമുഴി ചെക്ക് പോസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഈ ഓൺലൈനിൽ എടുത്ത പാസുകൾ നമ്മൾ ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുത്തിട്ട് അവരൊരു രസീതൊക്കെ എഴുതി തരും. ആ രസീത് വെച്ച് വേണം നമ്മൾ ഇനി അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം അവരവരുടെ ഡീറ്റെയിൽ, അതായത് അഡ്രസ്സൊക്കെ പ്രൂഫെല്ലാം കൊടുത്ത് എഴുതി കൊടുക്കണം. എത്ര പേരകത്ത് കയറുന്നുണ്ട് എന്നുള്ളത്, വണ്ടിയുടെ നമ്പറൊക്കെ ഇവിടെ 2-1 എഴുതി കൊടുത്തിട്ട് അതിനനുസരിച്ച് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഈ വനശ്രീക്കാരുടെ, അതായത് കുടുംബശ്രീക്കാരുടെ ഒരു ഫുഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, പൊതിച്ചോറ്. ആ പൊതിച്ചോറ് മേടിക്കുവാണെങ്കിൽ നമ്മൾ അകത്ത് ചെല്ലുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് വരുന്നവർ കൃത്യമായിട്ട് ഇവിടുന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എളുപ്പമുള്ളൊരു മാർഗ്ഗമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ വണ്ടിയിൽ എന്തെങ്കിലും കരുതിക്കൊണ്ട് പോകാം. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇനി ഗവിയിലോട്ട് ഒരു 61 കിലോമീറ്ററോടെ ഇനിയുണ്ട്. ഇപ്പം 61 കിലോമീറ്റർ നമ്മൾ മാക്സിമം 1 മണിക്കൂർ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 9-10 അതിനപ്പുറത്ത് നമുക്ക് കയറാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ആങ്ങമുഴി ചെക്ക് പോസ്റ്റിൽ നിന്നും വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെയുള്ള ഏകദേശം 80 കിലോമീറ്റർ യാത്രയാണ് ഗവി യാത്ര എന്ന് പറയുന്നത്. ഈ ഗവി യാത്രയിൽ ഏകദേശം 7 ഡാം വരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 5 ഡാമിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കും. നമുക്ക് സ്വന്തം വണ്ടിയിലോ അതല്ലെങ്കിൽ KSRTC ബസ്സിലോ നമുക്ക് ഗവിയിലോട്ടൊരു യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ്. KSRTCയിൽ വരുന്നവർ രാവിലെ 6:30 പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും ഗവിയിലേക്ക് യാത്ര പുറപ്പെടുന്ന ബസ്സുണ്ട്. അത് ഏകദേശം 11 മണിയാകുമ്പോൾ ഗവിയിൽ എത്തിച്ചേരും. ആദ്യം കാണുന്ന ഡാം മൂഴിയാർ ഡാമാണ്. ഇതിൻ്റെ ഇരുവശമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഈ ഡാമിന് മുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. കക്കാട് വൈദ്യുതി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡാമാണ് ഈ മൂഴിയാർ ഡാം. ഇവിടെ നിന്ന് റിസർവെയറിൻ്റെ ഭാഗത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഗവിയിലെ കാഴ്ചകളിൽ നമുക്ക് എവിടെയാണ് സൗന്ദര്യം കൂടുതൽ എന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ, ഇഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ വേറെ വേറെ രീതിയിലാണല്ലോ. മലനിരകൾ, അങ്ങനെ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് ഭംഗിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവർക്കോട് ഇഷ്ടമുള്ള കാര്യങ്ങൾ എവിടെയാണോ ആ സ്പോട്ടിൽ നിർത്തി ആസ്വദിച്ച് കുറേ നേരം നിന്ന് ഒക്കെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗവി യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗത്തെ ഒരു കാഴ്ചയായിരിക്കുമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്.
എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ ഗവിയിൽ യാത്രയിൽ നമുക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. കുനിഞ്ഞ് നടക്കുന്ന പരിപാടി നമുക്കില്ല. സത്യത്തിൽ ഗവിയിലൊരു തകർപ്പൻ മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിനകത്തൂടെ, അതായത് കാട്ടിനകത്തൂടെ ഒറ്റയടി പാതയിലൂടെ ഇങ്ങനെ കാട്ടിലേക്ക് നടക്കുകയാണ്. അതവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു രുചിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്ന സ്പോട്ടിൽ ഇതിൽ കുറേ നാളായി ആൾക്കാർക്ക് പോയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇഡിലൻ ഗവി സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ആ സ്പോട്ടാണ് നമ്മൾ നിങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നത്, കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ കാഴ്ച ഒന്ന് കാണണം. ഇവിടെ എന്നാലും നമുക്കൊന്ന് കുളിക്കാതെ പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തണുത്ത വെള്ളമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുളിക്കാണ്ട് റെഡിയാക്കിയിട്ട് എന്നാലും ഇവിടുത്തെ യാത്രയുടെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ അട്ട. ഈ എല്ലായിടത്തും ഈ വെള്ളം ചെറിയ മഴ നനഞ്ഞതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം അട്ട വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കയ്യിലൊരു സാനിറ്റൈസർ കരുതുന്നത് നല്ലതായിരിക്കും എപ്പോഴും. ഇല്ലെങ്കിൽ നമുക്ക് യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. രണ്ടെണ്ണം ഉണ്ടാവും. രണ്ടെണ്ണം ഉണ്ടായിരുന്നോ? ആ, വീട്ടിലായിരുന്നോ? വഴിയിലായിരുന്നോ? അല്ല, അവിടെ കുഞ്ചിന്. ഇവിടെ വരുന്ന വഴിയിലാണോ? ആ, മൺമയിലല്ലേ? ആ. ഇവിടെ വഴിയിൽ മിക്കവാറും ഇറങ്ങാറുണ്ട്. മുമ്പ് എല്ലാവരും നോക്കിട്ടാ പോയത് ആണല്ലേ. ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാണ്ട് വരുന്ന ഇതായിരിക്കും അല്ലേ? അതെ, വെള്ളം കുടിക്കാനല്ല, മേയാൻ വരുന്നു. മയിലും കിട്ടിയോ? മയിലും കിട്ടി. നമുക്ക് നോക്കണം. ഈ ഏലം പ്ലാന്റേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ഓക്കെ. അവിടെ ഇവിടെ ഏലത്തിന്റെ വർക്കാണ് നിങ്ങൾക്ക് കൂടുതലും? ഓക്കെ ഓക്കെ ഓക്കെ. തോട്ടം തൊഴിലാളികളല്ലേ? അതെ, കുറച്ചേ ഉള്ളൂ ഈ കാപ്പി. അല്ല, ഇവിടെ ഏത് ഭാഗത്താണ് കൃഷി നടക്കുന്നത്? ഏല കൃഷി ഇങ്ങോട്ട് പോകണല്ലേ? ഇവിടെ എപ്പോഴൊക്കെ ഉള്ളതാണോ? ആണോ? ഞങ്ങളിപ്പോൾ പെൺമയിലിനെ കണ്ടില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവിടെ ആൺമയിലിനെ കണ്ട്. ഇത് ആൺമയിൽ അല്ലേ? മറ്റേ പെൺമയിൽ. ഓ ശരി. ആ,
ഇത് ഈ ഡാമുകളിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി റിസർവറിലേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളാണിത്. ഏകദേശം ഒരാൾക്ക് ഇതിനകത്തൂടെ പോകാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള വലിയ പൈപ്പാണ്. ഇനി രണ്ടാമത്തെ ഡാം എന്ന് പറയുന്നത് കക്കി ഡാമാണ്. അതായത് ശബരിഗിരി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാമാണ് കക്കി ഡാം. ഇതിന് 336 മീറ്റർ നീളവും 116 മീറ്റർ ഉയരവും ഉള്ള ഡാമാണ് ഈ കക്കി ഡാം എന്ന് പറയുന്നത്. കക്കി ഡാമിൻ്റെ താഴേക്കുള്ള വ്യൂ പോയിൻ്റ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇരുവശവും മലനിരകളും ഒക്കെ ആയിട്ടും അതുപോലെ നല്ല നല്ല പച്ചപ്പ്, മുകളിലോട്ട് നോക്കിയാൽ നല്ല നീല നിറത്തിലുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ നിന്ന് കാണാനായിട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത്. ഈ കാഴ്ചയൊക്കെ നമുക്ക് കണ്ട് രസിച്ച് ആനന്ദിച്ച് നമുക്ക് പോകാവുന്നതാണ്. ഗവിയിലെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടിക്ക് 85 രൂപ നമ്മൾ അടയ്ക്കണം ഇവിടെ. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനി ഒരു 10 കിലോമീറ്റർ കൂടി മാത്രമേ ഉള്ളൂ ഗവി എന്ന നമ്മുടെ കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക്. ഞങ്ങളിന്ന് ഗവി വന്നിട്ട് സ്റ്റേ ആണ് കേട്ടോ. KSCB IBയിലാണ് ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ഒപ്പം ഉണ്ടായിരുന്നുണ്ട്. KSCBയിൽ സ്റ്റാഫ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു ബെഡിന് 350 രൂപയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. KSCBയിലെ സ്റ്റാഫുകൾക്കും അവർ ബന്ധുക്കൾക്കുമാണ് ഈ സേവനം ഇവിടെ ലഭ്യമാകുന്നത്. ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ് ഇവിടെ നിന്ന് കഴിക്കുകയാണ്. അത്യാവശ്യം 130 രൂപയ്ക്ക് നഷ്ടമില്ലാത്ത ഒരു ഊണാണ് നമുക്ക് ലഭിച്ചത് കേട്ടോ. അടിപൊളി ഊണായിരുന്നു. മീൻ വറുത്തൊക്കെ കൂട്ടി അടിപൊളി സുഭിക്ഷമായിട്ടൊരു ഊണായിരുന്നു. നല്ലൊരു സുന്ദരമായ പ്രഭാതമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കാണാൻ സാധിക്കുന്നത്. നേരിയ മഞ്ഞിൻ്റെ തണുപ്പുള്ള ഒരു നല്ല പ്രഭാതം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറ്റത്ത് പന്നികളുടെ ഒരു കൂട്ടം, അതായത് 1-2 പന്നികളൊന്നുമില്ല, കാട്ടുപന്നികൾ 5-6 വന്ന് നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയ ഒരു മൃഗം എന്ന് പറയുന്നത് ഈ പന്നിയാണെന്ന് തോന്നുന്നത്. പിന്നെ ഇടയ്ക്ക് വരുന്ന ഇടയ്ക്കൊക്കെ കുരങ്ങനുകളൊക്കെ കാണാൻ സാധിച്ചു. എങ്കിലും നമ്മുടെ ഇത്ര അടുത്ത് കാണാൻ സാധിച്ചത് ഈ ഒരു പന്നിക്കൂട്ടങ്ങളാണ് കേട്ടോ. രണ്ടും കൂടി അടിയാൻ തോന്നും. എന്തായാലും ആ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു, അത് നമുക്ക് പകർത്താൻ സാധിച്ചു. കണ്ടോ? അങ്ങനെ ഗവിയിലെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇടിയപ്പമായിരുന്നു. രാജേട്ടന് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി തന്നു. ഇടിയപ്പം കഴിച്ചു. അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി നേരെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി നേരെ
വെളിയോട്ട് ഇറങ്ങുവാണ്. അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ജംഗിൾ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്, റിസോർട്ട് പോലെയുള്ള. അത് അവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ ഗവിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഗവിയിലെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിശാലമായ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും നമ്മളിതിനെ കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഭംഗിയുള്ള കാഴ്ചകൾ നമ്മളെ കാത്തിങ്ങനെ ഇരിക്കുക. ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങളാണല്ലോ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരിക്കുമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. എങ്കിലും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് നല്ല നല്ല സ്പോട്ടുകൾ. ആ കാഴ്ചകളെല്ലാം കണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഗവി യാത്ര പൂർത്തീകരിക്കുന്നത്.